രാമ 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 ലോകാഭിരാമ ഭൂമി ബാലശ്രേഷ്ഠ ഭാരതം ശ്രേഷ്ഠ ഭാരതം. നമസ്കാരം. ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം ആചാര്യവന്ദനം. സ്വാഗതം ചെയ്യാം ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാർ. സ്വാഗതം സാർ. സ്വാഗതം ചെയ്യാം ശ്രീ കാവാലം ശ്രീകുമാർ സാർ. സ്വാഗതം സാർ. സ്വാഗതം ചെയ്യാം വിദ്യാസാഗർ ഗുരുമൂർത്തി സാർ. സ്വാഗതം സാർ. ശ്രേഷ്ഠ ഭാരതം. ഈ ആഴ്ചത്തെ നിർണായക ഘട്ടത്തിലേക്ക് മത്സരങ്ങൾ കടക്കുകയാണ്. ദ്വിവാദ മത്സരവും എലിമിനേഷനും. അക്ഷരങ്ങളെ പണ്ട് പഠിപ്പിച്ചിരുന്നൊരു രീതിയുണ്ട്. അതിനു വേണ്ടി തന്നെയാണ് എഴുത്തച്ഛൻ ഈ രാമായണം നമ്മൾ അതും കൂടെ അതിൻ്റെ ഉദ്ദേശം അത് വാക്പൂജയാണ്. ഗായത്രി മന്ത്രത്തിനകത്ത് പ്രവേശിച്ച് പുറത്തു വരണം. അതാണ് കുലധർമ്മം എന്ന് പറഞ്ഞത്. അവർ നമ്മുടെ മിത്രമെങ്കിൽ നീ ചിരിച്ചു കാണിക്കണം. വടുരൂപിണം ലക്ഷ്മണ. ശബ്ദത്തിന്റെ കാണപ്പെടുന്ന വിഗ്രഹങ്ങളാണ് അക്ഷരങ്ങൾ. അഹങ്കാരം എന്ന് പറഞ്ഞാൽ അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ്. സംസാരവും വീണ്ടും 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 ശ്രമിച്ച് ഞാനിത് തരണം ചെയ്യുമെന്ന ബുദ്ധിയാണ് മനുഷ്യനെ കപിയിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ഇനി ദ്വിവാദ മത്സരമാണ്. ഒരേ ആശയത്തെ വിരുദ്ധ വീക്ഷണത്തിൽ അവതരിപ്പിക്കുന്ന ഈ മത്സരത്തിലേക്ക് രാമായണ സന്ദർഭങ്ങളും ആശയങ്ങളും വിശകലനം ചെയ്യപ്പെടുന്നു. ആദ്യത്തെ ദ്വിവാദ മത്സരത്തിലേക്കുള്ള വിദ്യാർത്ഥികളെ ക്ഷണിക്കുന്നു. എൻ്റെ പേര് അശ്വതി, ഞാൻ +1 പഠിക്കുന്നു. എൻ്റെ പേര് ഇന്ദുഭ സന്തോഷ്, ഞാൻ 9th പഠിക്കുന്നു. ചിന്മയ വിദ്യാലയ കൊല്ലം. എൻ്റെ പേര് ലക്ഷ്മിപ്രിയ, ഞാൻ ശ്രീശ്രീ അക്കാഡമി കൊല്ലത്തിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് സ്വാതി, ഞാൻ ശ്രീശ്രീ അക്കാഡമിയിൽ പഠിക്കുന്നു, 8th പഠിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ വിഷയം പറഞ്ഞോളൂ. രണ്ടാമതും സുഗ്രീവനുമായി യുദ്ധത്തിന് പോകുന്ന ബാലി താരയോ സമാധാനിപ്പിക്കുന്നു. ഞാൻ അവനെ വധിക്കില്ല, ഞാൻ അവനെ വധിക്കില്ല, ഭയപ്പെടുത്തി വിടുകയുള്ളൂ എന്ന്. അപ്പോൾ ബാലിക്ക് സഹോദര സ്നേഹം ഉണ്ടോ ഇല്ലയോ എന്നതാണ് വിഷയം. സഹോദര സ്നേഹം ഉണ്ട് എന്ന് വാദിക്കുന്നത് ആരാണ്? മോളാണോ? ഓക്കെ, താങ്കൾ ഇല്ല എന്ന് പറഞ്ഞു വാദിക്കുന്നു. ഓക്കെ, തുടങ്ങിക്കോളൂ. തീർച്ചയായും ബാലിക്ക് സഹോദര സ്നേഹമില്ല. കാരണം ഗുഹയ്ക്കുള്ളിൽ വാസം കഴിഞ്ഞ് തിരിച്ചെത്തിയ ബാലിക്ക് സുഗ്രീവനോട് കാരണം ചോദിക്കാമായിരുന്നു എന്തുകൊണ്ടാണ് ഗുഹാമുഖം അടച്ചു പോയതെന്ന്. പക്ഷേ ബാലി അത് ചെയ്തില്ല. അതിക്രുദ്ധനായ ബാലി സുഗ്രീവനെ ആ രാജ്യത്ത് നിന്ന് ആട്ടി ഓടിക്കുകയായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം ബാലിക്ക് സ്നേഹമില്ലായിരുന്നു എന്ന്. ഒരിക്കലുമല്ല, ഈ വാദത്തോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. കാരണം പ്രത്യക്ഷത്തിലുള്ള തെളിവുകൾക്കാണ് എല്ലായ്പ്പോഴും മുൻതൂക്കം ലഭിക്കാറുള്ളത്. ഇവിടെ ബാലിയെ സുഗ്രീവൻ ഗുഹയിലടച്ചു. ഒരു രാജാവിനെ തുറങ്കിലടയ്ക്കുന്നതിന് തുല്യമാണ് ബാലിയെ ഗുഹയ്ക്കുള്ളിൽ ഗുഹ അടച്ചത്. മാത്രവുമല്ല, ബാലിയുടെ ശക്തിയെക്കുറിച്ച് ഏറ്റവും നന്നായിട്ടറിഞ്ഞ സുഗ്രീവൻ ഒരിക്കലും മായാവി ബാലിയെ വധിച്ചു എന്ന കാര്യം വിശ്വസിക്കാൻ പാടില്ലായിരുന്നു. 1 മാസത്തിന് ശേഷം സുഗ്രീവൻ ഗുഹ വന്ന് തുറന്നു നോക്കില്ല. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ബാലിക്ക് സുഗ്രീവനോട് സ്നേഹം ഉണ്ടായിരുന്നു. ചിലപ്പോൾ സഹോദര സ്നേഹം കൊണ്ടല്ലെങ്കിലോ സുഗ്രീവനെ പുറത്ത് നിർത്തിയത് മായാവി കൊന്ന് എന്ന പേര് ഒറ്റയ്ക്ക് നേടണമെന്ന് കൊണ്ടാണെങ്കിലോ? ഈ വാദത്തോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. കാരണം സുഗ്രീവൻ ഒരിക്കലും എൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ സുഗ്രീവനെ നാട്ടിൽ നിന്ന് ഓടിച്ചു വിട്ടു. അതായിരിക്കാം. പക്ഷേ ബാലിക്ക് സുഗ്രീവനോട് സ്നേഹമുണ്ടായിരുന്നു. തന്നാൽ തന്റെ സഹോദരൻ വധിക്കപ്പെടാതിരിക്കാനാണ് ബാലി സുഗ്രീവനെ നാട്ടിൽ നിന്ന് ഓടിച്ചു വിട്ടത്. സുഗ്രീവൻ ഓടി ഓടി ചോര ഛർദ്ദിച്ച് ഋഷ്യമുഖജലത്തിൽ കയറിയതുകൊണ്ട് മാത്രമാണ് തന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചത്. എന്നിട്ട് ഋഷ്യമുഖജലത്തിൽ കയറിയ സുഗ്രീവനോട് ബാലി പറയുന്നുണ്ട്, ഇനിയും ഞാൻ നിന്നെ വധിക്കാൻ വരുന്നതായിരിക്കുമെന്ന്. രാവണനെ തന്റെ സ്വന്തം വാലിൽ ചുരുട്ടി 4 സമുദ്രങ്ങളിൽ മുക്കാൻ കഴിഞ്ഞ ബാലി എന്തുകൊണ്ട് സുഗ്രീവനെ വധിച്ചില്ല? അത് വധിക്കാൻ കിട്ടാത്തതുകൊണ്ട് മാത്രമല്ലേ വധിക്കാണ്ടിരുന്നത്? അല്ല, സുഗ്രീവൻ അവർ രണ്ടുപേരും പോരിട്ടപ്പോൾ തന്നെ ബാലിക്ക് വേണമെങ്കിൽ സുഗ്രീവനെ പോരിട്ടപ്പോഴാണ് രാമനുമായിട്ട് സുഗ്രീവൻ വരുമ്പോൾ ആ നിമിഷത്തിൽ രാമനോട് തന്നെ പറയുന്നുണ്ട് സുഗ്രീവൻ ബാലി എങ്ങനെയെങ്കിലും വധിക്കണമെന്ന്. ബാലി വധിക്കാൻ ശ്രമിച്ചില്ലേ?
ശ്രമിച്ചു. ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ബാലിക്ക് സുഗ്രീവനോട് സ്നേഹം ഉണ്ടായിരുന്നു. ബാലിയെ പേടിച്ച് സുഗ്രീവൻ എവിടെല്ലാം നടന്നു, അവസാനമല്ലേ ഇവിടെ വന്ന് ഈ പർവ്വതത്തിൽ വന്ന്. അതെ, തന്റെ സഹോദരനെ ആരാലും മീൻസ് തനിക്ക് വധിക്കാനുള്ള അത്രയും സ്നേഹമുണ്ടായിരുന്നു ബാലിക്ക് സുഗ്രീവനോട്. അതുകൊണ്ട് തന്നെയാണ് ബാലി സുഗ്രീവനെ വധിക്കാതെ നാട്ടിൽ നിന്ന് ഓടിച്ചു വിട്ടത്. സഹോദര സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും സ്വന്തം അനുജന്റെ ഭാര്യയെ പുത്രവധുവായി കാണേണ്ട രുമയെ അപഹരിച്ചത് എന്തിനാണ്? വാനരന്മാരുടെ സംസ്കാരവും മനുഷ്യരുടെ സംസ്കാരവും വ്യത്യസ്തമാണ്. വാനരന്മാർക്ക് ഒരു ഭാര്യയെന്നോ 2 ഭാര്യയെന്നുള്ള ഭേദങ്ങളില്ല. മാത്രമല്ല, അല്ല, ദശരഥ മഹാരാജാവിന് 3 പത്നിമാരാണ് ഉണ്ടായിരുന്നത്. അത് അതാ പറഞ്ഞത്, മനുഷ്യന്മാരുടെ സംസ്കാരവും വാനരന്മാരുടെ സംസ്കാരവും വ്യത്യസ്തമാണ്. വാനരന്മാർക്ക് സഹോദരന്റെ ഭാര്യയൊക്കെ കൊണ്ടുപോകാന്നുള്ളതാണ് പറയുന്നത്. അല്ല, ഒരിക്കലുമല്ല. പിന്നെ ഒരു രാജദ്രോഹിയായ സുഗ്രീവന്റെ ഭാര്യ ആ രാജകൊട്ടാരത്തിലുള്ള പ്രജകളാൽ നിന്ദിക്കപ്പെടാതിരിക്കാനും ഒറ്റപ്പെടുത്താതിരിക്കാനും വേണ്ടിയാണ് ബാലി സ്വന്തം പത്നിയായി കൂടെ നിർത്തുന്നത്. അങ്ങനെയാണോ? പുത്രവധുവിനെ പോലെ കാണണം. അതിനെ അപഹരിക്കുന്നത് എന്തിനാണ്? വിവാഹം ചെയ്യുന്നത് എന്തിനാണ്? രാജ്ഞി എന്ന സ്ഥാനം ഒരു രാജാവ് പത്നിയാക്കിയാൽ മാത്രമേ കിട്ടൂ. ഒരു സഹോദരന്റെ ഭാര്യ അങ്ങോട്ട് പത്നിയാക്കിയിട്ട് അപ്പം ആ പ്രജകളാൽ അവൾ നിന്ദിക്കപ്പെടത്തില്ല. അവൾക്ക് അതിന്റേതായ സ്ഥാനം കൊടുക്കും. അതുകൊണ്ട് മാത്രമാണ് ബാലി സുഗ്രീവന്റെ ഭാര്യ. ഗുഹാമുഖത്ത് ഗുഹയ്ക്ക് അകത്ത് കിടന്നപ്പോൾ താരയെ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. ബാലിയുടെ മരണസമയത്ത് ബാലി സ്വന്തം ഐശ്വര്യത്തിനെല്ലാം കാരണമായ മാല സുഗ്രീവനാണ് ഒരു കൊടുക്കുന്നത്, തന്റെ പുത്രനായ അങ്കദനല്ല. അത് സ്വന്തം സ്വാർത്ഥത കൊണ്ടാണ് ബാലി കൊടുക്കുന്നത്. കാരണം ബാലി മരിച്ചു കഴിഞ്ഞാൽ ഭാര്യയായ താരയും പുത്രനായ അങ്കദനെയും നോക്കാൻ വേറെ നാഥനില്ല. അതുകൊണ്ടാണ് അങ്കദനോട് പറയുന്നത് സുഗ്രീവനെ ചെറിയച്ഛനായി കാണണമെന്ന്. അത് സ്വന്തം സ്വാർത്ഥതയ്ക്കും സ്വന്തം പുത്രന്റെ സംരക്ഷണത്തിന് മാത്രമാണ്. ഒരിക്കലുമല്ല. കാരണം ഞാൻ ഇവിടെ തന്നെ കുറെ തെളിവുകൾ ഞാൻ നിരത്തി കഴിഞ്ഞു. ബാലിക്ക് സുഗ്രീവനെ കൊല്ലാമായിരുന്നു, എന്നിട്ടും അത് ചെയ്യാതെ. തെളിവുകളൊന്നും അത്ര ശക്തമായ തെളിവുകളല്ല, സ്വന്തം പറയരുത് നിരത്തിയെന്നല്ല. ബാലിക്ക് സുഗ്രീവനോട് സ്നേഹം ഉണ്ടായിരുന്നു അതിൽ എന്ന വാദത്തിൽ ഞാൻ ഉറച്ചു തന്നെ നിൽക്കുന്നു. ഇനി നമുക്ക് അടുത്ത കുട്ടിയിലേക്ക് കിടക്കാം. ഒരിക്കലും ബാലിക്ക് സുഗ്രീവനോട് സ്നേഹമില്ലായിരുന്നു. അത് തെളിയിക്കുന്ന ധാരാളം തെളിവുകൾ നമുക്ക് രാമായണത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. ബാലിക്ക് എല്ലാ ദിവസവും രാവിലെ 4 സമുദ്രങ്ങളിലും സ്നാനം ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് സ്വന്തം രാജ്യത്തു നിന്നും ഒറ്റ കുതിപ്പിനാണ് ഒരു സമുദ്രത്തിലേക്ക് പോകുന്നത്. ആ വഴിക്ക് സ്വന്തം ഋഷ്യമുഖാചത്തിലിരിക്കുന്ന സുഗ്രീവന്റെ തലയിൽ ചവിട്ടുമായിരുന്നു ബാലി. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഒരാളുടെ തലയിൽ ചവിട്ടുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. അയാൾക്ക് ഋഷ്യമുഖാചലത്തിൽ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ ബാലിയുടെ ഋഷ്യമുഖാചലത്തിൽ ചവിട്ടിയെന്നല്ല ഞാൻ പറഞ്ഞത്, തെറിച്ചു പോകും. ഋഷ്യമുഖാചലത്തിൽ ഇരിക്കുന്ന സുഗ്രീവന്റെ തലയിലാണ് ചവിട്ടിയത്. ചവിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? പക്ഷെ ഞാൻ പറയുന്നു, ബാലിക്ക് സുഗ്രീവനോട് അധികമായ സഹോദര സ്നേഹം ഉണ്ടായിരുന്നു എന്നത്. കാരണം 2 തവണയും ബാലി സുഗ്രീവനെ പോരിന് വിളിച്ചു. പക്ഷെ അധികമൊന്നും ബാലി സുഗ്രീവനെ മർദ്ദിച്ചിരുന്നില്ല. സുഗ്രീവൻ തന്നെ പറയുന്നുണ്ട്, ബാലിക്ക് 100 ആനകളുടെ ശക്തിയുണ്ട്, എന്നിട്ടും ബാലി ഒരിക്കലും സുഗ്രീവനെ അത്രയ്ക്ക് മർദ്ദിച്ചിരുന്നില്ല. അപ്പം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം സുഗ്രീവനോട് ബാലിക്ക് അധികമായ സഹോദര സ്നേഹമുണ്ടെന്ന്. രാമായണത്തിൽ തന്നെ പറയുന്നുണ്ട്, സുഗ്രീവനെ ബാലി ലോകം മുഴുവൻ ഓടിച്ചു എന്ന്. അങ്ങനെ ആ സാഹചര്യത്തിൽ ഒരിടത്തും ജീവിക്കാൻ സമ്മതിച്ചിരുന്നില്ല ബാലി. അതുകൊണ്ട് മാത്രമാണ് ഋഷ്യമുഖാചലത്തിൽ പ്രവേശിച്ചത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ ബാലിക്ക് സുഗ്രീവനോട് സ്നേഹം ഇല്ലെന്ന്. പക്ഷെ സുഗ്രീവൻ ബാലിയോട് കാണിച്ചതും കൂടെ ഓർക്കണ്ടേ. ബാലി മായാവി എന്ന അസുരനെ വധിക്കാൻ കയറിയപ്പോൾ സുഗ്രീവനോട് പറഞ്ഞിരുന്നു, നീ അവിടെ നിർഭയം അവിടെ നിൽക്കണം, ഞാൻ പോയി യുദ്ധം ചെയ്തിട്ട് തിരിച്ചു വരാം, അതുവരെ നീ അവിടെ നിൽക്കണം എന്ന് പറഞ്ഞിരുന്നു. കൂടാതെ സുഗ്രീവൻ ബാലിയുടെ കാലിൽ തൊട്ട് വന്ദിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു ഉറപ്പും നൽകിയിരുന്നു. തിരിച്ച് ഏകദേശം 1 മാസക്കാലമാണ് ബാലി ആ ഗുഹയ്ക്കുള്ളിൽ കഴിഞ്ഞത്. അപ്പോൾ ഏതൊരു മനുഷ്യനും ഒരു ഉണർവോടെ ചിന്തിക്കണമെങ്കിൽ കൃത്യമായ വായുസഞ്ചാരം വേണം. പക്ഷേ ഒരു വായുസഞ്ചാരമോ വെട്ടമോ വെളിച്ചമോ ഇല്ലാത്ത ആ ഗുഹയിൽ 1 മാസക്കാലമാണ് ബാലി അവിടെ താമസിച്ചത്. പിന്നീട് താൻ ഇറങ്ങി വരുമ്പോൾ കിഷ്കിന്ധയിൽ എത്തിയിട്ട് ആദ്യം കാണുന്ന കാഴ്ച സുഗ്രീവൻ അവിടെ രാജാവായി ഭരിക്കുന്നതായിരുന്നു. അത് ബാലി കൊണ്ട് താങ്ങാനാവാത്ത കാഴ്ചയായിരുന്നു. കൂടാതെ താര വിധവാവേഷത്തിൽ നിൽക്കുന്നതായിരുന്നു. തൻ്റെ ഭർത്താവ് ജീവനോടിരിക്കുമ്പോൾ ഒരു ഭാര്യ വിധവാവേഷത്തിൽ അങ്ങനെ നിൽക്കുന്നത് ഏത് ഭർത്താവിനാണ് സഹിക്കാൻ കഴിയുക? ബാലി പറഞ്ഞിരുന്നു, ഗുഹയിൽ നിന്നും ഗുഹാദ്വാരത്തിൽ നിന്നും പാലൊഴുകി വരികയാണെങ്കിൽ അസുരൻ മരിച്ചെന്ന് മനസ്സിലാക്കുക. ചോരയാണ് വരുന്നതെങ്കിൽ ഗുഹാദ്വാരം അടച്ചിട്ട് പോയിക്കൊള്ളുക. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്വന്തം ജ്യേഷ്ഠന്റെ ആജ്ഞ പാലിക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ തുറന്ന് അകത്ത് കയറാതിരുന്നത്. മായാവി ബാലിയെ വധിച്ചുവെങ്കിൽ തന്നെയും വധിക്കുമെന്നൊരു ഭയം സുഗ്രീവനിൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കിഷ്കിന്ധയെ നശിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഉള്ളിൽ കയറി നോക്കാഞ്ഞത്. അതോടൊപ്പം തന്നെ മറ്റ് പ്രജകളുടെ അഭ്യർത്ഥന പ്രകാരം മാത്രമാണ് സുഗ്രീവൻ രാജാവെ അഭിഷേകം ചെയ്തത്. 1 മാസക്കാലം ആ ഒരു അവസ്ഥയിൽ ആ ഗുഹാ കവാടത്തിൽ അടഞ്ഞു കിടക്കുന്ന ബാലിയുടെ അവസ്ഥ അതായിരുന്നു. അപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ തനിക്ക് അപ്പോൾ ക്രോധമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം താൻ
കിഷ്കിന്ധയിലേക്ക് തിരിച്ചെത്തിയ ഉടനെ സുഗ്രീവൻ രാജാവായിട്ടിരിക്കുന്ന കാഴ്ചയാണ് അപ്പോൾ അവിടെ ബാലി കണ്ടത്. അപ്പോൾ ഏതൊരു സഹോദരനും അങ്ങനെയല്ലേ പെരുമാറാൻ കഴിയുന്നത്? വേദശാസ്ത്രങ്ങളിൽ തന്നെ പറയുന്നുണ്ട്, ഭാര്യ, അമ്മ, സഹോദരി, സഹോദര പത്നി എന്നിവരെ ഒരുപോലെ കാണണം. മറ്റൊരു കണ്ണിലൂടെ അവരെ ദർശിക്കുന്നവർ മഹാപാപികളാണ്. ശ്രീരാമനും അത് തന്നെയാണ് പറയുന്നത്. ബാലി ഭഗവാന്റെ വലിയൊരു ഭക്തനാണ്. അപ്പോൾ സുഗ്രീവനും ഭഗവാനും തമ്മിലുള്ള ബന്ധം ബാലിക്ക് അറിയാവുന്നതായിരുന്നു. അപ്പോൾ ബാലി ഭഗവാന്റെ ഇത്രയും വലിയൊരു ഭക്തനായതുകൊണ്ട് ഭഗവാന്റെ കയ്യിൽ നിന്ന് മോക്ഷം നേടാൻ ബാലി ആഗ്രഹിച്ചിരുന്നു. ബാലി തന്നെ പറയുന്നുണ്ട് തനിക്ക് ശത്രുക്കൾ ആരുമില്ലെന്ന്. അപ്പോൾ ബാലി ഒരു പാപിയല്ല. അപ്പോൾ പാപിയല്ലാത്ത ആൾക്ക് എങ്ങനെ ഭഗവാനിൽ നിന്ന് മോക്ഷം നേടാൻ സാധിക്കും? അതുകൊണ്ടായിരിക്കാം സഹോദരന്റെ പത്നിയെ സ്വന്തം ഭാര്യ ആക്കി താനൊരു പാപിയായിക്കൊണ്ട് തന്നെ ഭഗവാന്റെ കയ്യിൽ നിന്ന് മോക്ഷം നേടാൻ ബാലി ആഗ്രഹിച്ചത്. ഇതിനെക്കുറിച്ചുള്ള ജഡ്ജസിന്റെ അഭിപ്രായത്തിലോട്ട് പോവാം. ഗുരുമൂർത്തി സർ. രണ്ട് വിഭാഗങ്ങളും നല്ല ചൂടേറിയൊരു വാഗ്വാദമായിരുന്നു നടന്നത്. എനിക്ക് തോന്നുന്നു ധർമ്മപക്ഷം കൂടുതൽ ചിന്തിച്ചതുകൊണ്ടൊരു പക്ഷേ ബാലിക്ക് അത്ര സ്നേഹം ഉണ്ടായിരുന്നില്ല എന്ന പക്ഷക്കാർ അല്പം മുമ്പിൽ നിൽക്കുന്നുവെന്ന് തോന്നൽ എനിക്കുണ്ടായി. പക്ഷേ രണ്ടു പക്ഷവും നല്ല ശക്തമായി തന്നെ വാദിച്ചു. നന്നായി, അഭിനന്ദനങ്ങൾ. നമുക്ക് മാർക്സിലോട്ട് പോവാം. ശ്രീകുമാർ സർ. രണ്ടുപേരും വളരെ വേറോടുകൂടി വാദിച്ചുകൊണ്ട് രണ്ടുപേർക്കും 7 മാർക്കാണ്. ഓക്കെ, ഗോപാലകൃഷ്ണൻ സർ. രണ്ടുപേരും നല്ല രീതിയിൽ അസലായിട്ട് വാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും രണ്ടുപേർക്കും ഒരേ മാർക്ക് തരുന്നു, 7. ഗുരുമൂർത്തി സർ. രണ്ട് കൂട്ടരും നന്നായി വാദിച്ചു. രണ്ട് കൂട്ടർക്കും 7 മാർക്ക് വീതം. വിവാദ മത്സരത്തിൽ 2 ടീമുകൾക്കും 21 മാർക്കാണ് ലഭിച്ചിരിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ്. ചിന്മയ വിദ്യാലയ ചന്ദനത്തോപ്പ് നേടിയിരിക്കുന്നത് 114 മാർക്കാണ്. ശ്രീ അക്കാഡമി കൊല്ലം നേടിയിരിക്കുന്നത് 133 മാർക്കാണ്. ചിന്മയ വിദ്യാലയ ചന്ദനത്തോപ്പ് ഇന്ന് നമ്മളോട് വിട പറയുകയാണ്. വിട പറയുന്ന ടീമിന് ട്രോഫിയും സർട്ടിഫിക്കറ്റും നൽകുന്നതിന് ജഡ്ജസിനെ ക്ഷണിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിലെ 2ാമത്തെ ദ്വിവാദ മത്സരം ആരംഭിക്കുകയാണ്. ടീമുകളെ നമുക്ക് ക്ഷണിക്കാം. വരൂ. പേരും സ്കൂളിന്റെ പേരും പറയൂ. സലേക്യ നരേഷ്, 9th സരസ്വതി വിദ്യാനികേതൻ. ജ്വാല, 8th സരസ്വതി വിദ്യാനികേതൻ. നിമ, 10th അമൃത വിദ്യാലയം. അമൃതലക്ഷ്മി, 9th അമൃത വിദ്യാലയം. നിങ്ങളുടെ വിഷയം പറഞ്ഞോളൂ. സുഗ്രീവൻ നല്ലവനുമല്ല, പരോപകാരം മറക്കുന്നവനുമാണ്. ഓക്കെ, പരോപകാരം മറക്കുന്നവനാണെന്ന് ടീം എയിൽ ആരാണ് വാദിക്കുന്നത്? താങ്കളാണ്. തുടങ്ങിക്കോളൂ. എൻ്റെ ശക്തമായ അഭിപ്രായത്തിൽ സുഗ്രീവൻ നല്ലവനുമല്ല, പരോപകാരം മറക്കുന്നവനുമാണ്. കാരണം രാമനും സുഗ്രീവനും തമ്മിൽ അഗ്നി സാക്ഷിയായി സഖ്യം ചെയ്തിരുന്നു. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരോപകാരം സഹായം ചെയ്യാമെന്ന്. അപ്പോൾ രാമൻ സുഗ്രീവന് കൊടുത്ത വാക്ക് ബാലിയെ വധിച്ച് രാജ്യം വീണ്ടെടുത്തു കൊടുക്കും എന്നായിരുന്നു. അതേസമയം സുഗ്രീവൻ രാമന് കൊടുത്ത വാക്ക് സീതാന്വേഷണത്തിൽ സഹായിച്ച് സീതയെ അന്വേഷിച്ച് തിരികെ കൊണ്ടുവന്ന് തരും എന്നായിരുന്നു. രാമൻ കൊടുത്ത വാക്ക് രാമൻ പാലിച്ചു. രാമൻ ബാലിയെ വധിക്കാൻ സഹായിച്ചു, വധിച്ചു, രാജ്യം വീണ്ടെടുത്തു കൊടുത്തിട്ടും പിന്നെ സുഗ്രീവന്റെ വാക്ക് പിന്നെ സുഗ്രീവൻ മറന്നുപോയി. സുഗ്രീവനെ ഓർമ്മിപ്പിക്കാൻ ലക്ഷ്മണൻ വരേണ്ടി വന്നു. സുഗ്രീവന് ഏറെ നാളത്തേക്ക് നിഷേധപ്പെട്ടിരുന്ന രാജ്യഭരണവും ഭാര്യസുഖം പെട്ടെന്നുണ്ടായ സന്തോഷത്തിലാണ് സുഗ്രീവൻ താൻ കൊടുത്ത വാക്ക് മറന്നുപോയത്. മിക്ക ആൾക്കാരും താൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പശ്ചാത്തപിക്കുക മാത്രമാണ് ചെയ്യുന്നത്. പക്ഷെ സുഗ്രീവൻ അത് തിരുത്താനുള്ള മനസ്സും കൂടെ കാണിച്ചു. അത് മാത്രമല്ല, തന്റെ വാനരപ്പടയെ മൊത്തം അത് രാമന് അപ്രിയമുണ്ടായിട്ട് ലക്ഷ്മണൻ വന്ന് ഭയങ്കര ഒരു ഇതുണ്ടാക്കിയിട്ടില്ലേ, ചൂടായിട്ടല്ലേ? അതാ ഞാൻ പറഞ്ഞത്. തനിക്ക് ഏറെ കാലത്ത് നിഷേധപ്പെട്ട പല സുഖങ്ങളും പെട്ടെന്നുണ്ടായ സന്തോഷത്തിൽ സുഗ്രീവൻ മറന്നുപോയി താൻ കൊടുത്ത വാക്ക്. മറവി എല്ലാവർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. ലക്ഷ്മണൻ ഓർമ്മിപ്പിക്കുകയല്ല, അവിടെ വളരെ ശക്തി ആയിട്ട് അതിന്റെ ദേഷ്യം വന്ന് ലക്ഷ്മണൻ പറയായിരുന്നു വന്ന്, അല്ലേ? അങ്ങനെ പറഞ്ഞെങ്കിലും സുഗ്രീവൻ കാണിക്ക് മനസ്സ് കാണിച്ചല്ലോ. താൻ തെറ്റ് ചെയ്യാൻ തോന്നിയപ്പോൾ
സുഗ്രീവൻ അതിനെ പ്രതിവിധി കണ്ടെത്തുകയും ചെയ്തല്ലോ. മനസ്സ് കാണിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ രാമൻ കൊല്ലും. മിത്രമല്ലേ? മിത്രമാണ്, പക്ഷേ നടത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ആ ഒരു സീതാന്വേഷണത്തിന് വേണ്ടി ഇറങ്ങിയില്ലെങ്കിൽ എന്ത് ചെയ്യും? എന്നാലും സുഗ്രീവൻ അതിവേഗം തന്നെ ഉടനടി നടപടികൾ എടുക്കുകയും ചെയ്തല്ലോ. ഒരു രാജാവ് എന്ന നിലയിൽ കൊടുത്ത വാക്ക് ഓർക്കണ്ടേ? ലക്ഷ്മണൻ വന്ന് ഓർമ്മിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? ഒരിക്കലും ഒരു രാജാവായല്ലോ, അപ്പോൾ താൻ കൊടുത്ത വാക്ക് മറക്കുന്നത് ഒരിക്കലും ഒരു രാജാവിന്റെ ധർമ്മമല്ല, രാജാവിന് ചേർന്ന കാര്യമല്ല, അത് സത്യമാണ്. കൊടുത്ത വാക്ക് പിന്നെ പാലിക്കുകയും ചെയ്തു. ഇടയ്ക്കൊരു അല്പതാമസം വന്നെന്ന് മാത്രമുള്ളൂ അതിന്. അത് അദ്ദേഹത്തിന് ദീർഘകാലം നിഷേധിക്കപ്പെട്ട ഒരു സൗഭാഗ്യം കൈവരികയാണ്, വലിയ സൗഭാഗ്യങ്ങൾ കൈവരികയാണ്. അതിൽ അല്പം മതിമറന്നു പോയത് വാനര സഹജമാണെന്ന് കൂട്ടിയാൽ പോരെ. സുഗ്രീവന് പെട്ടെന്ന് സിംഹാസനം കിട്ടിയപ്പോൾ തനിക്ക് തൻ്റെ ആവശ്യമാണെന്ന് നോക്കിയത് ആദ്യമേ. രാമനും അങ്ങനെ തന്നെയാണല്ലോ ചെയ്തത്. രാമൻ സഖ്യം ചേരാൻ കാരണം എന്താണ്? സീതാദേവിയെ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം. അവിടെ തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രമാണ് ശ്രീരാമൻ സുഗ്രീവനുമായി കൂട്ടുകൂടിയത്, അല്ലാതെ അവരോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലല്ലോ. രാമനും സുഗ്രീവനും തുല്യനാണ് എന്നാണ് വാദിക്കുന്നത്. അതിനെ പറ്റി എന്താ പറയാനുള്ളത്? രാമൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്, അതേസമയം സുഗ്രീവൻ എന്ന് പറയുന്നത് ഒരു വനനരനാണ്. അപ്പൊ രാമനും സുഗ്രീവനും സ്വാർത്ഥനാണെന്നാണോ പറയുന്നത്? അല്ല, രാമൻ ഒരിക്കലും സ്വാർത്ഥനാവില്ലല്ലോ. അത്രയും ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഓക്കെ സ്വാർത്ഥനായിരിക്കും. എന്നിരുന്നാലും രാമൻ എന്ന് പറയുന്നത് അത്രയും ഒരുപാട് പേര് ആരാധിക്കുന്ന ഒരാളാണ്. ഒരുപാട് ഗുരുക്കന്മാരിൽ നിന്ന് ശിക്ഷണം കിട്ടിയ ഒരാളാണ്. അപ്പോൾ രാമൻ എങ്ങനെയാണ് അപ്പോൾ സ്വാർത്ഥനാവുന്നത്? പിന്നെ എന്തിനാണ് അദ്ദേഹം സുഗ്രീവനോട് സഖ്യം ചേർന്നത്? അവിടെ തൻ്റെ ആവശ്യം മാത്രം നിറവേറ്റാൻ വേണ്ടിയാണ് സഖ്യം ചേർന്നത്, സീതാദേവി കണ്ടുപിടിക്കുന്നത് മാത്രം. അതിനുവേണ്ടി മാത്രമാണ് സുഗ്രീവനെ സഹായിച്ചതും, അല്ലാതെ സുഗ്രീവനോട് പ്രത്യേകിച്ച് ഒരു ബന്ധം ഉണ്ടായിട്ടല്ല. അതൊരു രാജ്യതന്ത്രം മാത്രമാണ്. അപ്പം രാമനും അതിനുവേണ്ടിയാണല്ലോ ചെയ്തത്. രാജ്യതന്ത്രത്തിൽ പെട്ടത്, ഇതിൽ പെട്ടതല്ലേ സഖ്യം എന്ന് പറയുന്നത്. പിന്നെ എങ്ങനെ പറയാൻ പറ്റും സുഗ്രീവൻ ചെയ്ത് തെറ്റാണെന്ന്? സുഗ്രീവൻ ഈ സന്ദർഭത്തിൽ മാത്രമല്ലല്ലോ ദുഷ്ടനാവുന്നത്, മുമ്പുമായിട്ടില്ലേ? സഹോദരനെ പോലും വഞ്ചിച്ചില്ല. അപ്പൊ പിന്നെ എന്തുകൊണ്ട് സഹോദരന് തന്റെ ഭാര്യ തട്ടിയെടുക്കാം? അപ്പൊ സുഗ്രീവൻ ചെയ്തതാണ് അവിടെ തെറ്റ്. ഗുഹാകവാടം അടയ്ക്കുന്നുണ്ടല്ലോ, അപ്പോൾ 1 മാസം മാത്രമാണ് കാത്തിരിക്കുന്നത്. അതിനുശേഷം രക്തം വന്നപ്പോൾ ഗുഹാകവാടം അടച്ചുപോയി. എന്തുകൊണ്ട് ഒന്ന് അകത്ത് കയറി നോക്കിക്കൂടായിരുന്നു? അപ്പൊ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ പാൽ ഒഴുകി വരുവാണെങ്കിൽ ആ അസുരൻ മരിച്ചെന്നും രക്തം ഒഴുകി വരുമെങ്കിൽ താൻ മരിച്ചുവെന്നുമാണ് നോക്കേണ്ടത്. എന്നാലും ഒരാളുടെ ധർമ്മം എന്നുള്ളത് അയാൾ നേരിട്ട് കാണുന്ന നേരിട്ട് രാജ്യത്ത് ആരുമില്ലായിരുന്നു ഭരിക്കാൻ വേണ്ടി. അതിനുവേണ്ടിയാണ് സുഗ്രീവൻ രാജ്യഭരണത്തിന് ഏറ്റെടുത്തത്. അപ്പം ഇനി ടീം ബി വാദിക്കണം. സുഗ്രീവൻ ദുഷ്ടനും പ്രത്യുപകാരം മറക്കുന്നവനും ആണെന്ന് വാദിക്കും. സുഗ്രീവൻ ദുഷ്ടനും പ്രത്യുപകാര സ്മരണ ഇല്ലാത്തവനുമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശ്രീരാമൻ പറഞ്ഞ വാക്ക് താൻ പൂർത്തീകരിച്ചു. എന്നാൽ സുഗ്രീവനാകട്ടെ രാപ്പകൽ മദ്യം പാനം ചെയ്തും സുന്ദരിമാരായ സ്ത്രീകളുമായി ആർത്തുല്ലസിച്ചും താൻ തൻ്റെ രാജധർമ്മവും വ്യക്തിധർമ്മവും മറന്നു. അതാണ് ഇവിടെ സുഗ്രീവൻ ചെയ്ത അധർമ്മം. എന്താ പറയാനുള്ളത്? മറന്നോ സുഗ്രീവൻ? ഇല്ല, സുഗ്രീവൻ 4 മാസം കാത്തിരുന്നു എന്ന് പറയുന്നത് ശ്രീരാമൻ തന്നെയാണ് പറഞ്ഞത്. ഇനി വരുന്ന 4 മാസം വർഷകാലമാണ്. വർഷകാലത്ത് സീതാന്വേഷണം തുടർന്നാൽ ഇനി വല്ല അപകടവും സംഭവിക്കുകയാണെങ്കിൽ അത് ദോഷം ഉണ്ടാകും. ഈ 4 മാസം കഴിഞ്ഞിട്ട് സീതാന്വേഷണം ആരംഭിക്കാൻ ശ്രീരാമൻ തന്നെയാണ് പറഞ്ഞത്. ശ്രീരാമൻ 4 മാസക്കാലം അവധി കൊടുത്തിട്ടുണ്ട് എന്നത് സത്യമാണ്. എന്നാൽ പിന്നീട് സുഗ്രീവൻ എന്തുകൊണ്ടാണ് വാനരന്മാരെ 4 ദിക്കിലേക്ക് അയച്ചതെന്നുള്ളത് ഇവിടെ പറയണം. ഹനുമാന്റെ ഉപദേശം, 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത് ഹനുമാന്റെ ഉപദേശം. ഹനുമാൻ സുഗ്രീവനെ ഉപദേശിക്കുന്നുണ്ട്. രണ്ടാമത് ലക്ഷ്മണൻ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. രാമന്റെ നിർദ്ദേശപ്രകാരം ലക്ഷ്മണൻ ഭീഷണിപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ ആൾക്കാരെ അയച്ചിട്ടുണ്ട്. അതും ഹനുമാൻ ഉപദേശിച്ചതിന് ശേഷമാണ്. ഒരു കാര്യം ചോദിക്കട്ടെ, സ്വന്തം പത്നി അപഹരിക്കപ്പെട്ട അവസ്ഥ മറ്റാരെക്കാളും സുഗ്രീവനെ നന്നായി അറിയാം. അത് തന്നെയാണ് ഇവിടെ ശ്രീരാമന്റെ അവസ്ഥയും. അപ്പോൾ അതറിഞ്ഞ് ആദ്യം ശ്രീരാമനെ സഹായിക്കേണ്ടത് സുഗ്രീവനല്ലേ? സഹായിച്ചല്ലോ. സീതാന്വേഷണം സുഗ്രീവൻ തീർച്ചയായും സഹായിച്ചിട്ടുണ്ട്. അത് ഭീഷണി വന്നതിന് ശേഷമല്ലേ? അത് കേവലം മരണഭയത്താൽ മാത്രമാണ് സുഗ്രീവൻ അവിടെ സഹായിച്ചത്. ഹനുമാൻ സുഗ്രീവന്റെ അടുത്ത് പറയുന്നുണ്ട്, പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലുമെന്ന്. അതായത് പ്രത്യുപകാരം മറക്കുന്ന ഒരുവൻ ജീവിച്ചിരുന്നാലും ചത്തതിന് തുല്യമാണെന്ന്. അതെ, ഹനുമാൻ സുഗ്രീവന്റെ മന്ത്രിയാണ്. ഒരു മന്ത്രിയുടെ കർമ്മം എന്ന് വെച്ചാൽ തന്നെ രാജാവിനെ തന്റെ കർമ്മബോധങ്ങൾ ഓർമ്മിപ്പിക്കുക എന്നത് കൂടിയാണ്. അതിൽ ഹനുമാൻ എന്ത് തെറ്റാണ് ചെയ്തത്? സുഗ്രീവനോട് ഓർമ്മിപ്പിക്കുന്നത് ഹനുമാന്റെ ഒരു കർമ്മമല്ലേ? ഹനുമാൻ തെറ്റല്ല ചെയ്ത്, മറിച്ച് നാം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഹനുമാൻ ഒരു പൂർണ്ണ ബ്രഹ്മചാരിയാണ്. എന്നാൽ രാമന്റെ ഇപ്പോഴത്തെ അവസ്ഥ അനുഭവിച്ചിട്ടുള്ള സുഗ്രീവൻ തന്നെ ഈ നിലയിലാക്കിയ തൻ്റെ സുഹൃത്തിനെ മറന്നു.
ഓക്കെ, നമുക്ക് ഈ പറഞ്ഞതിന് ഒരു മറുപടി പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. പറഞ്ഞോളൂ. സുഗ്രീവൻ ഒരിക്കലും മറന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. സുഗ്രീവൻ അതിനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ ലക്ഷ്മണൻ വന്നത്. ലക്ഷ്മണൻ വന്നത് ഭീഷണിപ്പെടുത്തിയിട്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ശ്രീകുമാർ സാർ, ഇതൊരു ഇതിനകത്തൊരു ഫോർ അഗൻസ്റ്റ് പറയുമ്പോൾ നമുക്കൊരു എന്താണ് സംസ്കാരത്തിന് വിരുദ്ധമായിട്ട് സംസാരിക്കേണ്ടി വരുന്ന കുട്ടികളുടെ ഒരു മാനസിക ഒരു വ്യഥ, അത് വലിയൊരു ഇതാണ് ഇവിടെ ഇതിനകത്ത്. പക്ഷെ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇതൊരു വാദത്തിന് വേണ്ടി മാത്രമായിട്ട് നമ്മുടെ സ്വഭാവമായിട്ട് ഒരു ബന്ധവുമില്ല. വളരെ വിറോടുകൂടി സംസാരിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു ഒറ്റ പോയിന്റ്. ഓക്കെ, നമുക്ക് മാർക്സിലോട്ട് കിടക്കാം അല്ലേ? ശ്രീകുമാർ സാർ, എത്ര മാർക്കാണ് നൽകുന്നത്? അമൃത വിദ്യാലയത്തിന് 7, സരസ്വതി വിദ്യാലയത്തിന് 6. ഗോപാലകൃഷ്ണൻ സാർ, നിങ്ങൾ രണ്ടുപേരും വളരെ ശക്തമായിട്ട് വാദിച്ചു. അത് മാത്രമല്ല, ഒരു പ്രത്യേകത കൂടി കണ്ടത്, അങ്ങോട്ട് മാത്രമല്ല ഇങ്ങോട്ടും വാദിച്ചു. അവരെ ശ്രീകുമാർജിയോട് കൂടി ഇയാൾ കൗണ്ടർ ചെയ്തു. നന്നായിട്ട് അസലായിട്ട് കൗണ്ടർ ചെയ്തിട്ടാണ്, സ്റ്റേറ്റ്മെൻറ്റിന് അംഗീകരിച്ചതല്ല. നന്നായിരുന്നു. ഞാൻ 7-6 കൊടുക്കും. ഗുരുമൂർത്തി സാർ, നന്നായി വാദിച്ചു. ഈ പലപ്പോഴും സരസ്വതി വിദ്യാനികേതന് സരസ്വതി കടാക്ഷം പദസമ്പത്തിൽ കുറവായിരുന്നു. അത് കൂട്ടിയെടുക്കണം, നന്നായി വായിക്കണം. പദസമ്പത്ത് കുറവുള്ളതുകൊണ്ടാണ്, ആശയമില്ലാഞ്ഞിട്ടല്ല. നിങ്ങളെ വാദം മുന്നോട്ട് പോയത് പദസമ്പത്തിൻ്റെ കുറവാണ്. അമൃത വിദ്യാലയം ഗംഭീരമായിട്ട് വാദിച്ചു. ഒരു കാര്യമാണ് രാമായണം പഠിപ്പിക്കുന്നത്, ഒരു കാരണവശാലും തല പോയാലും പ്രത്യുപകാരം മറക്കരുത്. അമൃത വിദ്യാലയത്തിന് 8, സരസ്വതി വിദ്യാനികേതന് 6. വിവാദ മത്സരത്തിന് അമൃത വിദ്യാലയത്തിന് 22 മാർക്കാണ്. സരസ്വതി വിദ്യാനികേതന് 18 മാർക്ക്. സരസ്വതി വിദ്യാനികേതന് ആകെ 99 മാർക്ക്. അമൃത വിദ്യാലയം പുതിയകാവിന് 113 മാർക്ക്. സരസ്വതി വിദ്യാനികേതന് സർട്ടിഫിക്കറ്റും മൊമെന്റോ നൽകുന്നതിനും ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർക്ക് ഗിഫ്റ്റ് നൽകുന്നതിനും നമ്മുടെ ജഡ്ജസ്മാരെ ക്ഷണിക്കുന്നു. ജഡ്ജസ്മാരുടെ അനുവാദത്തോടു കൂടി ഇന്നത്തെ ബെസ്റ്റ് പെർഫോമറുടെ പേര് പ്രഖ്യാപിക്കുകയാണ്. ചിന്മയ വിദ്യാലയം ചന്ദനത്തോപ്പിലെ അശ്വിൻ ഭൈരവ്. സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ശ്രീകുമാർ സാറിനെ ക്ഷണിക്കുന്നു. മൊമെന്റോ നൽകാൻ ഗോപാലകൃഷ്ണൻ സാറിനെ ക്ഷണിക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച പുതിയ കാവ്യങ്ങളും പുതിയ കഥകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും വിടാം. ശത്രുവായുള്ളവൻ വന്നു ഗൃഹാന്തികേ യുദ്ധത്തിനായി വിളിക്കും. ഇത് രാജാവിൻ്റെ ലക്ഷണവും ലക്ഷ്യവുമാണ്. അഗ്രതശ്ചതുരോവേദ പൃഷ്ഠതശരം തനു. ജീവിതത്തിൽ എപ്പോഴും ഒരു രാജാവ് അറിവിൻ്റെ മൂർത്തിമദ്ഭാവമായിരിക്കണം. രക്താദി സാന്നിധ്യമുണ്ടാക്ക കാരണം ശുദ്ധസ്ഫടികവും തദ്വർണ്ണമായി വരും. ക്ഷണികമായ സംഗമമാണ് താരയ്ക്ക് പരമാത്മാവായ ശ്രീരാമനോട് ഉണ്ടായതെങ്കിലും താര തന്റെ ഭ്രമമകന്ന് വിജ്ഞാനം Costume courtesy for Nitya Das, Ethnic Weaves. Accessories for Nitya Das, Alfonsa.